കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തിന് എന്ത് നൽകി? ശരിക്കും ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യമാണ്. ആമയിലും തേങ്ങയിലും ഒതുക്കി കേന്ദ്ര സർക്കാർ മലയാളികളെ പറ്റിച്ചപ്പോൾ പോണ പോക്കിൽ എന്തൊക്കെയോ പ്രഖ്യാപിച്ച് തടിയൂരാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ബഡ്ജറ്റും മലയാളികൾക്ക് നൽകിയത് നിരാശകൾ മാത്രമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിനെ പഴിച്ച രാജീവ് ചന്ദ്രശേഖരന് മറുപടി പറയാൻ ബുദ്ധിമുട്ടേണ്ടി വരും. ഒപ്പം നിയമസഭാ ഇലക്ഷന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തോട്ട് കാണിച്ച ഈ അവഗണനയ്ക്ക് ഉത്തരം നൽകാൻ കേരള ജനത തയ്യാറായി കഴിഞ്ഞു. ഇപ്പോഴത്തെ ജനഹിതമനുസരിച്ച് 100 സീറ്റോടുകൂടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF ഭരണം വരും എന്നതാണ് നിലവിലെ സ്ഥിതി. ചിലപ്പോൾ അതിന് മാറ്റം വരാതിരിക്കാം. എന്തായാലും കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റ് മലയാളികൾക്ക് നൽകിയത് ദുഃഖം മാത്രം. പ്രത്യേകിച്ച് റബ്ബർ കർഷകർക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ല. വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല. 10 വർഷം മാറി ഭരിച്ചു. 10 വർഷം BJP സർക്കാർ ഭരിച്ചു, 10 വർഷം LDF സർക്കാരും ഭരിച്ചു. വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. 20 രൂപയ്ക്ക് വാങ്ങിയ ബാത്ത് സോപ്പിനിപ്പോൾ 40 രൂപയിൽ കൂടുതലുണ്ട്. അങ്ങനെ അരി മുതൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില വർധനവുണ്ടായി. GST വില കുറച്ചുവെങ്കിലും അടിക്കടി കമ്പനികൾ സാധനത്തിൻ്റെ MRP കൂട്ടി ജനങ്ങളെ പിഴിയുന്ന സംവിധാനവും തുടരുന്നുണ്ട്. ഇതിനൊന്നും യാതൊരു വിധ പരിഹാരവും കാണാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം മലയാളികളുടെ മുന്നിലുണ്ട്. ഇത് പ്രകടമാക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFൻ്റെ വിജയ സാധ്യതയാണ് എന്നതിൽ തർക്കമില്ല. വരും ദിവസങ്ങളിൽ നിയമസഭാ ഇലക്ഷൻ ചൂടേറുന്ന സാഹചര്യമായതിനാൽ പല സംഭവവികാസങ്ങൾക്കും സാധ്യതയുണ്ട്. ഒപ്പം പാർട്ടികളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും ഒരു ചോദ്യം ചിഹ്നമാണ്. എന്തായാലും വരുന്ന ഇലക്ഷൻ കേരള ജനതയ്ക്ക് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കും നിർണായകമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും പ്രബുദ്ധരായ മലയാളികൾ, പ്രബുദ്ധ കേരളം നല്ലൊരു തീരുമാനത്തിലെത്തുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഊന്നി ഉറപ്പിച്ച് പറയുന്നു.